സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു റിവിഷൻ ക്ലാസ് ആണ്. PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തു വരുന്ന LDC, LGS, 10th ലെവൽ പ്രിലിമിനറി എക്സാം എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ്. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ജ്ഞാനയോഗം എന്നീ പുസ്തകം ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ്റെതാണ്. രാജയോഗം ആരുടെ കൃതിയാണ്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി ഇഗ്നോ. എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഡാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഫോസ്ഫറസ്. എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഫോസ്ഫറസ്. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത്. പുസ്തകത്തിൻ്റെ പേര് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. KN പണിക്കറാണ്. എന്തിനെക്കുറിച്ചാണ്? മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചതാരാണ്? KN പണിക്കർ. ജടായുപ്പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജടായുപ്പാറ ചടയമംഗലത്താണ്. ചടയമംഗലം. ഇന്ത്യയിൽ കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം ഏതാണ്? ധൻഗ്രയാണ്. ധൻഗ്രയിലാണ് ഇന്ത്യയിൽ കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്നത്. ധൻഗ്ര. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം. ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോയിറ്ററാണ് ഗ്രേവ്സ് രോഗം എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏക ഗ്രഹം ഏതാണ്? ശനിയാണ്. ഭൂമിയിൽ നിന്നും കാണാവുന്ന വലയങ്ങളുള്ള ഏക ഗ്രഹം ശനി. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. സീനോ എഡ്രിയൽ നോഡ്. SA നോഡാണ് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. SA നോഡ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് JC ബോസ്. JC ബോസ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം രാജ്ഹാര കുന്നുകളാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശമാണ് രാജ്ഹാര കുന്നുകൾ. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഏതെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് മൾട്ടിമീറ്റർ. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് മൾട്ടിമീറ്റർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? കോഴിക്കോട്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് കോഴിക്കോട് നിന്നുമാണ്. പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത് ഇടശ്ശേരി. പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത് ഇടശ്ശേരി. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതംഗിനി ഹസ്രാം. ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷിയാണ് മാതംഗിനി ഹസ്രാം. ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ബെറിലിയം. ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത്? ബെറിലിയത്തിനാണ്. ലോക ഗണിത ദിനം എന്നാണ്? മാർച്ച് 14. മാർച്ച് 14 ലോക ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത്.
ദേശീയ ഗണിത ദിനം എന്നാണ്? ദേശീയ ഗണിത ദിനം ഡിസംബർ 22 ഡിസംബർ 22. ശനിയുടെ ഏത് ഉപഗ്രഹമാണ് ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത്? ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത് മീമാസ് ആണ്. ശനിയുടെ ഏത് ഉപഗ്രഹമാണ് ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത്? മീമാസ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ്? 1894 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത്. 1894 ജൂൺ 23. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 8. എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ട്? കോവറാണ്ടോയാണ്. എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ടാണ് കോവറാണ്ടോ. പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ? പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്നത് PN ഭഗവതിയാണ്. PN ഭഗവതി. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇന്ത്യയുടെ കേപ്പ് കന്നഡി എന്നറിയപ്പെടുന്നത്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ കേപ്പ് കന്നഡി ശ്രീഹരിക്കോട്ട. റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചമ്പൽ നദിയിലാണ്. രാജസ്ഥാനിലെ ചമ്പൽ നദിയിലാണ് റാണ പ്രതാപ് സാഗർ അണക്കെട്ട്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ? പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ് റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാനാകാത്ത ധാന്യകം? മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാനാകാത്ത ധാന്യകമാണ് സെല്ലുലോസ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച അപേക്ഷകളിൽ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 35 ദിവസത്തിനുള്ളിലാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച അപേക്ഷകളിൽ മറുപടി നൽകേണ്ടത് 35 ദിവസത്തിനുള്ളിലാണ്. വിവരാവകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? 6 അധ്യായങ്ങളാണ് ഉള്ളത്. വിവരാവകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളാണുള്ളത്? 6. വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകൾ 31. വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകൾ 31. വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കന്നിക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കന്നിക്കൊയ്ത്ത്. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? റേവ സോളാർ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി വളപട്ടണം പുഴയാണ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി വളപട്ടണം പുഴ. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറെ. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ വിബ്രിയോ കോളറെ. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ബോർഡിറ്റെല്ല പെർട്ടുസിസ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ബോർഡിറ്റെല്ല പെർട്ടുസിസ്. ഏക്ലാ ചലോറെ എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഏക്ലാ ചലോറെ എന്ന ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. മലയാളത്തിലെ ആദ്യ യുക്തിവാദി മാസിക യുക്തിവാദി എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? എറണാകുളത്തു നിന്നുമാണ്. മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദി മാസികയായ യുക്തിവാദി പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നുമാണ്? എറണാകുളം. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ. ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് നൽകുന്നത്? ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത് മികച്ച കായിക പരിശീലകർക്കാണ്. മികച്ച കായിക പരിശീലകർക്കാണ് ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത്. ഇന്ത്യൻ ഗവർണറായ ആദ്യ മലയാളി VP മേനോൻ. ഇന്ത്യൻ ഗവർണറായ ആദ്യ മലയാളിയാണ് VP മേനോൻ. ഇടിയെക്കുറിച്ചുള്ള പഠനം. ഇടിയെക്കുറിച്ചുള്ള പഠനമാണ് ബ്രോണ്ടോളജി. ബ്രോണ്ടോളജി. കേരള പഞ്ചായത്ത് രാജ് നിയമം.
കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത് 1994 ഏപ്രിൽ 23-നാണ്. 1994 ഏപ്രിൽ 23. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ആണ്. ചന്ദ്രനിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മൂലകം സിലിക്കൺ. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ്. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ്. തേങ്ങാവെള്ളത്തിൽ സുലഭമായി കാണപ്പെടുന്ന ഹോർമോൺ സൈറ്റോകൈനിൻ. തേങ്ങാവെള്ളത്തിൽ സുലഭമായി കാണപ്പെടുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻ. മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം നീലവിപ്ലവം. മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് നീലവിപ്ലവം. വിറ്റാമിൻ B2 രാസനാമം റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B2 രാസനാമമാണ് റൈബോഫ്ലാവിൻ. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ. കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ ആയിരുന്നത് റോസമ്മ പുന്നൂസ് ആണ്. റോസമ്മ പുന്നൂസ്. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഋഗ്വേദം. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഋഗ്വേദം. ഏത് വൻകരയിലാണ് ഗോബി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഗോബി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ്. ഏഷ്യ. കൽക്കരിയുടെ രൂപാന്തരീകരണത്തിൽ ആദ്യത്തെ ഘട്ടമാണ് പീറ്റ്. കൽക്കരിയുടെ രൂപാന്തരീകരണത്തിൽ ആദ്യ ഘട്ടമാണ് പീറ്റ്. ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയൻ CV രാമനാണ്. ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഭാരതീയനാണ് CV രാമൻ. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിനാണ്. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിൻ. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് മൂർക്കോത്ത് കുമാരനാണ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് സ്വാമിയാനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് സ്വാമിയാനന്ദ തീർത്ഥൻ. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ല. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് ജില്ലയാണ്. തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് വയനാട്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ് തെയ്യങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്ന ജില്ല കണ്ണൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. മഹാനദി. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ-14. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്
തെന്മലയാണ്, തെന്മല. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1956. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് 1956. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പാണ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറമാണ് കറുപ്പ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്കാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ്? സേതു സമുദ്രം പദ്ധതി പാക് കടലിടുക്കിലാണ്. പാക് കടലിടുക്ക്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻറിക് പ്രഭുവാണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻറിക് പ്രഭു. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അനാകാർഡിക് ആസിഡ് ആണ്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അനാകാർഡിക് ആസിഡ്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക് മുദ്ര ബാങ്കാണ്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്കാണ് മുദ്ര ബാങ്ക്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? 4 മിനിറ്റ്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? 4 മിനിറ്റ്. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് വാണിജ്യവാദം. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് വാണിജ്യവാദം. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാറാണ്. മലബാർ സിമന്റ് ഫാക്ടറി വാളയാർ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 98.6 ഫാരൻഹീറ്റ് ആണ്. 98.6. എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത് എപ്പോഴാണ്? ജനിച്ച ഉടനാണ് BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത്. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 60 വയസ്സ്. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 60 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് തപസ് മജുംദാർ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി തപസ് മജുംദാർ കമ്മിറ്റി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി പൂനം കൃഷി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷി. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? കർണാടകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി സ്ഥിതി ചെയ്യുന്നത് കർണാടകം. ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് 16 ആണ്. ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് 16.
ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥിക്കൂടത്തിൻ്റെ ഭാഗമാണ് അക്ഷാസ്ഥിക്കൂടം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥിക്കൂടത്തിൻ്റെ ഭാഗം അക്ഷാസ്ഥിക്കൂടം. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാജ് റെഡ്ഡി. ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജ് റെഡ്ഡി. ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഇടുപ്പെല്ലിലെ സന്ധി ഗോളര സന്ധിയാണ്. ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഗോളര സന്ധി. പേശികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാംസ്യങ്ങൾ ആക്റ്റിൻ, മയോസിൻ എന്നിവയാണ്. പേശികളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മാംസ്യങ്ങളാണ് ആക്റ്റിൻ, മയോസിൻ. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വച്ചിരിക്കുന്നത് എവിടെയാണ്? മയോഗ്ലോബിനിലാണ്. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വച്ചിരിക്കുന്നത് മയോഗ്ലോബിൻ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ രോഹിണിയുടെ വിക്ഷേപണം 1979 ഓഗസ്റ്റ് 10 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ രോഹിണിയുടെ വിക്ഷേപണം എന്നായിരുന്നു 1979 ഓഗസ്റ്റ് 10. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. മൺസൂൺ മഴയും ഇടിവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം പടിഞ്ഞാറൻ തീരസമതലം. അറബിക്കടൽ, പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദി. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? എ.ഒ. ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എ.ഒ. ഹ്യൂം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽഷ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19 കേരളത്തിൽ വായനാ ദിനം എന്നാണ് ജൂൺ 19. കെരാറ്റോപ്ലാസി ശരീരത്തിൻ്റെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശാസ്ത്രക്രിയയാണ്? കെരാറ്റോപ്ലാസി കണ്ണാണ്. കണ്ണ്. രക്തപര്യനം ഒരു തവണ പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം എത്ര തവണ കടന്നു പോകുന്നു? 2 പ്രാവശ്യമാണ്. രക്തപര്യനം ഒരു തവണ പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം 2 പ്രാവശ്യം കടന്നു പോകുന്നു. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ബൈപ്പാസ് ശസ്ത്രക്രിയ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കം. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തിമലയിലാണ്. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രമാണ് ദീപിക. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപിക. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദുവാണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷയാണ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ.
ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 ഏത് ദിനമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 ഏത് ദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? കർഷക ദിനം. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ ആരുടേതാണ്? മൈൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദിൻ്റെ ആത്മകഥയാണ് മൈൻഡ് മാസ്റ്റർ. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിത GS ലക്ഷ്മി. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിതയാണ് GS ലക്ഷ്മി. ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിത ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? S രാമാനുജൻ. ഡിസംബർ 22 ദേശീയ ഗണിത ശാസ്ത്ര ദിനം. S രാമാനുജന്റെ ജന്മദിനം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണമാണ് വോയേജ് ഡാറ്റ റെക്കോർഡർ VDR. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം വോയേജ് ഡാറ്റ റെക്കോർഡർ VDR. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ്. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നെഫോസ്കോപ്പ്. ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതിയാണ് വെർണലൈസേഷൻ. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായിട്ട് സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതിയാണ് വെർണലൈസേഷൻ. കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത് ജോസഫ് മുരിക്കനാണ്. ജോസഫ് മുരിക്കൻ. ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് സർവഭവന്തു സുഖിനം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവഭവന്തു സുഖിനം. കേരള ചരിത്രത്തിൽ മാഗോദെ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം മഹോദയപുരമാണ്. കേരള ചരിത്രത്തിൽ മാഗോദെ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം മഹോദയപുരം. പിതൃത്വ പരിശോധന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് DNA ടെസ്റ്റാണ്. പിതൃത്വ പരിശോധന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് DNA ടെസ്റ്റ്. ബാർകോഡ് രേഖപ്പെടുത്തിയ ആദ്യ ഉൽപ്പന്നം ചൂയിങ്. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡമാണ് പാൻജിയ. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം ഏതാണ്? പാൻജിയ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻക്യുബേഷൻ പീരീഡ്. മാതംഗലീല ഏതു മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? ആന. മാതംഗലീല ഏതു മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? ആന. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുര. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുര. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക്. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1985. G8 എന്ന സംഘടന രൂപം കൊണ്ടത് 1985 ഏത് ജില്ലയിലാണ് കഞ്ചിക്കോട്? പാലക്കാട് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ് കഞ്ചിക്കോട്? പാലക്കാട്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ അസ്റ്റാറ്റിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിൻ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ദി സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത് ആരുടെ ആത്മകഥയാണ്?
വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ ആത്മകഥയുടെ പേരാണ് ദി സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത്. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിതയാണ് വയലറ്റ് ആൽവ. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ വനിതയാണ് വയലറ്റ് ആൽവ. ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യ ഇന്ത്യൻ വനിത വയലറ്റ് ആൽവ. ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് വയലറ്റ് ആൽവ. എവിടെയാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? ജമ്മു കാശ്മീരിലാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്. ജമ്മു കാശ്മീർ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെൻറ്റിക്കുലാർ മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെൻറ്റിക്കുലാർ മേഘങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശി GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശിയാണ് GP പിള്ള. ലോകമഴക്കാട് ദിനം ജൂൺ 22. ലോകമഴക്കാട് ദിനം ജൂൺ 22. അന്താരാഷ്ട്ര വിധവാ ദിനം ജൂൺ 23. അന്താരാഷ്ട്ര വിധവാ ദിനം ജൂൺ 23. ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശിയായ ഓർബിക്കുലാരിസ് ഒക്കുലി. ഓർബിക്കുലാരിസ് ഒക്കുലി കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണിലാണ്. ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശിയായ ഓർബിക്കുലാരിസ് ഒക്കുലി കാണപ്പെടുന്നത് കണ്ണ്. ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് FC കോഹ്ലി. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് RK ഷൺമുഖം ചെട്ടി. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്കോബാക്ടീരിയം ലെപ്രെ. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്കോബാക്ടീരിയം ലെപ്രെ. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലമാണ്. സിട്രിക് അമ്ലം. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ A ആണ്. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ A. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. ആധുനിക ആവർത്തന പട്ടികയിൽ S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. പ്രാതിനിധ്യ മൂലകങ്ങൾ. ആധുനിക ആവർത്തന പട്ടികയിൽ S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. പ്രാതിനിധ്യ മൂലകങ്ങൾ. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് സ്വേദനം. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് സ്വേദനം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിന് നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലമാണ് ഘർഷണം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിന് നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലം ഘർഷണം. ഹിമാലയത്തിലെ ഏതു ചുരമാണ് ഇന്ത്യയെയും കന്ദഹാറിനെയും ബന്ധിപ്പിക്കുന്നത്? ബോളൻ. ഹിമാലയത്തിലെ ഏതു ചുരമാണ് ഇന്ത്യയെയും കന്ദഹാറിനെയും ബന്ധിപ്പിക്കുന്നത്? ബോളൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളി. തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളി. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥൻ. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചിട്ടുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് K. കേളപ്പൻ. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചിട്ടുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് K. കേളപ്പൻ. 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേര് ഊരൂട്ടമ്പലം ലഹള എന്നാണ്. 90-ാം ആണ്ട് സമരത്തിൻ്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ.
വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നുത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദിയാണ് കബനി നദി. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നുത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദി കബനി. കർണാടകയിലെ വീരഗംബ കുന്നുകളിൽ നിന്നുത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി ഉപ്പള. കർണാടകയിലെ വീരഗംബ കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദിയാണ് ഉപ്പള. ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏക ഗ്രഹം ശനി. ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏക ഗ്രഹമാണ് ശനി. ഏറ്റവും കുറച്ചുകാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഏറ്റവും കുറച്ചുകാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ. ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണം ന്യൂട്രോൺ. ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക കണമാണ് ന്യൂട്രോൺ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് പ്രചലിത നിക്ഷേപം. വ്യവസായികളും വ്യാപാരികളും കൂടുതലായി ഉപയോഗിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് പ്രചലിത നിക്ഷേപം. പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടി. പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടിക്കായലാണ്, കൊല്ലം ജില്ലയിൽ. മൂർത്തി ദേവി അവാർഡ് ലഭിച്ച ആദ്യ വനിത പ്രതിഭ റായി ആണ്. മൂർത്തി ദേവി അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിതയാണ് പ്രതിഭ റായ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഹൈഡ്രജൻ. കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? കുലീനവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 18. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ളയാണ്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പരീതു പിള്ള. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെയാണ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷയാണ് സംസ്കൃതം. ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ സംസ്കൃതം. ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാങ്ങ. ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാങ്ങ. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത് 1907 മാഡം ബിക്കാജി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റഡ്ഗർട്ട്? ജർമ്മനിയിലാണ്. ജർമ്മനി. വിറ്റാമിൻ B1ന്റെ രാസനാമം തയമിൻ. വിറ്റാമിൻ B1ന്റെ രാസനാമം തയമിൻ. പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര് ക്രൂഡ് ഓയിൽ എന്നാണ്. പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ. റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈപംബ്ലിക് ടെട്രോക്സൈഡ് ആണ്. ട്രൈപംബ്ലിക് ടെട്രോക്സൈഡ് ആണ് റെഡ് ലെഡ് എന്ന് അറിയപ്പെടുന്നത്. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവമാണ്. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ശിവപ്പ നായക്. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ശിവപ്പ നായക്. ഡാഷിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. വേണാട്ടിൽ പുലപ്പേടി നിരോധിച്ച ഭരണാധികാരി കോട്ടയം കേരളവർമ്മയാണ്. വേണാട്ടിൽ പുലപ്പേടി നിരോധിച്ച ഭരണാധികാരിയാണ് കോട്ടയം കേരളവർമ്മ. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂർ. മുനിയറകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം മറയൂർ. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. മാലക്കണ്ണ് ഡാഷ് ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നു. ജീവകം എ ആണ്. മാലക്കണ്ണ് ഡാഷ് ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നു. ജീവകം എ. മലബാർ സിമൻറ്റ് ഫാക്ടറി എവിടെയാണ്? വാളയാറാണ്. മലബാർ സിമൻറ്റ് ഫാക്ടറി വാളയാർ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ.
കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ടി പ്രകാശം. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് ടി പ്രകാശം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം കൽപ്പന 1. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹമാണ് കൽപ്പന 1. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണുവാണ് ലെപ്റ്റോസ്പൈറ. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ്. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഒ.എ. സ്മിത്ത്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഒ.എ. സ്മിത്ത്. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറൈറ്റൻസിസ്. എട്രോപ്ലസ് സുറൈറ്റൻസിസ് എന്നതാണ് കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട്. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോറാണ്. ഭാരത് മാത എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാരതപ്പുഴ. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രൻ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമന. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമന. ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് എവിടെയാണ്? പുരിയിലാണ്. ഒഡീഷയിലെ പുരിയിലാണ് ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത്. ബാങ്കിംഗ് സേവനം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? തൃതീയ മേഖല.
ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. കേരളത്തിൻ്റെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ബക്രാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ബക്രാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സാന്താൾ കലാപം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം സാന്താൾ കലാപം. ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് തൈക്കാട് അയ്യയാണ്. ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് തൈക്കാട് അയ്യ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം കോറണ്ടം. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം സൂറത്ത്. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷപാളി എക്സോസ്ഫിയർ. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ചരിവ്. പറയിപ്പറ്റ പന്തിരുകുലത്തെ അവലംബിച്ച് എൻ മോഹനൻ രചിച്ച നോവൽ ഇന്നലത്തെ മഴ. ചൊവ്വയിലേക്ക് പെർസിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം USA. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി ഒക്ടോബർ 27. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്നത് ഒക്ടോബർ 27. എൻ്റെ രാജ്യം എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? LK അദ്വാനി. ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത്? ബിഹു ആഘോഷിക്കുന്നത് ആസാമിലാണ്. തുളസീദാസ്, കബീർദാസ്, മീരാബായി എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന ആസാമിലെ നൃത്ത സംഗീത രൂപമാണ് സാത്രിയ. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിപ്ലവം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.